അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. ആനക്കൂടിന് ബലക്ഷയമുള്ളതിനാൽ പുതിയ കൂട് നിർമ്മിക്കാൻ നീക്കവും ആരംഭിച്ചു. ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമെന്നാണ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് 24 പറഞ്ഞത്. മസ്തകത്തിലെ മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദയനീയ അവസ്ഥയിലാണ് കാട്ടാന. മുറിവിലേക്ക് ഇടവേളകളിൽ മണ്ണ് വാരി എറിയുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. നിലവിൽ ആനയ്ക്ക് അണുബാധയുണ്ടെന്നും തലച്ചോറിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ടെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. ഇത് റിസ്കി ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഒരു ക്യാപ്റ്റിവിറ്റിയിൽ നമുക്ക് ഒരുപക്ഷെ അതിനെ പിടിച്ച് അതിനൊരു ക്യാപ്റ്റീവായിട്ട് എടുത്തിട്ട് ചിലപ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മുറിവ് ഉണക്കണം. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് നൽകിയ ചികിത്സ ഫലപ്രദമാകാതെ വന്നതോടെ തുടർ ചികിത്സ അനിവാര്യമായി. ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ വേഗത്തിൽ തന്നെ ചികിത്സ ആരംഭിക്കാനായിരുന്നു നീക്കം. മയക്കുവെടി വെച്ച് കോടനാട്ടെ ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു ലക്ഷ്യം. അരിക്കൊമ്പന് ചികിത്സ നൽകാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ച ആനക്കൂടിന്റെ ബലം പരിശോധിച്ചുവെങ്കിലും തൃപ്തികരമല്ലാത്തതിനാൽ ആനയെ പിടികൂടും മുൻപ് പുതിയ കൂട് നിർമ്മിക്കേണ്ടി വരും. നമ്മൾ പിടിക്കാനുള്ള പോസിബിലിറ്റി നോക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കൂടുണ്ട്, ആനക്കൂടുണ്ട്. അത് നമ്മളൊരു 1.5 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ നോക്കണം, അതിന് മെയിൻ്റെനൻസ് വേണം നോക്കണം. അതിനനുസരിച്ച് അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആനയെ ഇൻസ്പെക്ട് ചെയ്യണം. ആനയുടെ ആരോഗ്യസ്ഥിതി അരുൺ സക്കറിയയും സംഘവും വിലയിരുത്തി. കൂട് നിർമ്മിക്കാൻ ആവശ്യമായ യൂക്കാലി മരങ്ങൾ മൂന്നാറിൽ നിന്നെത്തിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. 24 തൃശൂർ.